നമസ്കാരം. പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കോട്ടയത്തിൻ്റെ രാഷ്ട്രീയ ആവേശം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ എന്നുള്ളതാണ് പടക്കളം പരിശോധിക്കുന്നത്. വളരെ ശക്തമായ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ കോട്ടയം ഏത് നിലയിൽ നിൽക്കുന്നു, ഏതൊക്കെ വിഷയങ്ങൾക്ക്, ഏതൊക്കെ തരത്തിൽ മുന്നണികൾ അവരുടെ വിഷയങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു, എന്താണ് അവരുടെ തിരിച്ചുള്ള പ്രതികരണം. അതുകൊണ്ട് തന്നെ പടക്കളത്തിലേക്ക് വളരെ സജീവമായി പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഓരോ പ്രദേശത്തെയും പൗരാവലിയുമൊക്കെ കടന്നു വരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അതിൻ്റെ തുടർച്ചയിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റുമാനൂരിൽ നിന്ന് പടക്കളം പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. എല്ലാ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പടക്കളത്തിലേക്ക് നീങ്ങുകയാണ്. കോട്ടയത്തെ ഏറ്റുമാനൂരിൽ നിന്നാണ് പടക്കളം പ്രേക്ഷകർക്ക് മുൻപിൽ എത്തുന്നത്. ഇന്ന് മുന്നണികളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന വക്താക്കളെ പരിചയപ്പെടാം. അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ്, UDF, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, LDF, അഡ്വക്കേറ്റ് ജയസൂര്യൻ, NDA. ആദ്യം ശ്രീ പ്രിൻസ് ലൂക്കോസ്. സിറ്റിംഗ് സീറ്റ് നിലവിൽ LDFിൻ്റെ കയ്യിലാണ്. കേരള കോൺഗ്രസുകളുടെ നേരിട്ടുള്ള മത്സരം എന്ന നിലയിലൊരു പ്രത്യേകത കോട്ടയത്തേക്ക് വരുമ്പോൾ LDF UDFിനിടയിലുണ്ട്. നിലവിലെ സിറ്റിംഗ് MP ആകട്ടെ ഏറ്റവും മികച്ച നിലയിൽ 100% MP ഫണ്ട് വിനിയോഗിച്ച് ഏതാണ്ട് ചില്ലറ പൈസ മാത്രമേ ചിലവാക്കാനുള്ളൂ. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇടുക്കിയിൽ ഏതാണ്ട് 4 കോടിയിൽ പരം രൂപ ചെലവഴിക്കാൻ ഇനിയും ബാക്കി നിൽക്കുന്ന നിലയിലേക്ക് UDF സ്ഥാനാർത്ഥി അവിടെ നിൽക്കുമ്പോഴാണ് ഇവിടെ വരുമ്പോൾ സിറ്റിംഗ് MP ഏതാണ്ട് 100% പൂർത്തീകരിച്ച് MP ഫണ്ട് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്ന നിലയിൽ അത് LDF വളരെ ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ആ സിറ്റിംഗ് MPയെ തോൽപ്പിച്ച് എന്തിന് കേരള കോൺഗ്രസിൻ്റെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഫ്രാൻസിസ് ജോർജിനെ കോട്ടയംകാർ തിരഞ്ഞെടുക്കണം? സിറ്റിംഗ് MP എന്ന് പറയണ്ട, സിറ്റിംഗ് MP UDFിൻ്റെ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് ശ്രീ തോമസ് ചാഴികാടൻ. അദ്ദേഹത്തിൻ്റെ പാർട്ടി LDFിലോട്ട് പോയപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ നിലപാട് മാറ്റി LDF നിൽക്കുന്നത് മുന്നണി സമവാക്യം മാറിയല്ല. അല്ല, അദ്ദേഹത്തിൻ്റെ 8ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 7 തെരഞ്ഞെടുപ്പും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ UDF അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത് അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലായിരുന്നു. അന്ന് ഞാൻ മാനാനം KE കോളേജിൽ KSUയുടെ പ്രവർത്തനമായിരിക്കുമ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ഓർക്കുന്നു. അന്ന് അദ്ദേഹം കൺവെൻഷനിൽ നേതാക്കന്മാർ പ്രസംഗിച്ചിട്ട് അവസാന സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിക്കുമല്ലോ, ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി എന്നെ വിജയിപ്പിക്കണമെന്ന് പറയാൻ പെട്ട പാട് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അതിനുശേഷം 4 തെരഞ്ഞെടുപ്പുകൾ 20 വർഷം UDFുകാർ നെഞ്ചിലേറ്റി ചുവലേറ്റി അദ്ദേഹത്തെ ഇവിടുത്തെ MLA ആക്കി. അദ്ദേഹം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ UDF ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിൽ അദ്ദേഹത്തെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ചെയർമാനാക്കി. അദ്ദേഹത്തെ വീണ്ടും ഇവിടെ വന്ന് 2 പ്രാവശ്യം ഏറ്റുമാനൂരിൽ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കോട്ടയത്തിൻ്റെ MP ആക്കി. ഞാനൊരു കാര്യം പറയപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് മാറിയതിനെ പറ്റി പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പറയാം AK ആന്റണി ഇടതുപക്ഷത്ത് ഒന്ന് മത്സരിച്ചിട്ടില്ലേ, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി വന്നിട്ടില്ലേ, ഞങ്ങളുടെ UDFിൻ്റെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് LDFിൽ നിന്നിട്ടില്ല, ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ സുവർണ കാലഘട്ടം UDFിനോടൊപ്പമായിരുന്നു അദ്ദേഹം ഒരിക്കലും UDFുമായി മത്സരിക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ തീരുമാനം മത്സരിക്കുക എന്നുള്ളതാണെങ്കിൽ UDFിൻ്റെ തീരുമാനം 2019 കൊടുത്ത MP പദവി തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. ആ പോരാട്ടമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾ ഇവിടെ MP ഫണ്ടിനെ കുറിച്ച് പറഞ്ഞു, ഒരു MP ഫണ്ടിനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. ഞാൻ ഒരു കാര്യം, ഇതുപോലുള്ള ചർച്ചകളിൽ 20 വർഷം അദ്ദേഹത്തെ ഇവിടെ പരാജയപ്പെടുത്തിയപ്പോൾ ഇടതുപക്ഷം അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണമുണ്ട്. ഇടതുപക്ഷം വന്ന് അദ്ദേഹത്തിനെതിരെ പറഞ്ഞ ആരോപണം എന്താണ്? ചാഴികാടൻ MLA ഫണ്ട് മാത്രം വിനിയോഗം ചെയ്ത് കല്യാണവും മരിച്ചടക്കവും കൂടി നടക്കുന്ന ഒരു MLA ആണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന് ഞങ്ങൾ ചോദിക്കുന്നു, ഇവിടെ എന്താണ് അദ്ദേഹത്തിന് കേന്ദ്ര പദ്ധതി ഉണ്ടോ? കേന്ദ്ര പദ്ധതി ഉണ്ടോ? ശരി, തർക്കത്തിലേക്ക് വരാം. ശ്രീ ജയസൂര്യൻ നമ്മുടെ കൂടെ ഉണ്ട്, ശ്രീ അനിൽകുമാർ ഉണ്ട്. ശ്രീ അനിൽകുമാർ, തോമസ് ചാഴികാടനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹം വ്യക്തിപരമായി ഒരു ഒറ്റയ്ക്ക് LDFിലേക്ക് വന്നാൽ അദ്ദേഹം പറഞ്ഞ വിമർശനങ്ങൾ വേണമെങ്കിൽ ശരിവെക്കാം. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെയാണ് LDFിലേക്ക് വന്നത്. അങ്ങനെ ഒരു മുന്നണി മാറ്റത്തിൻ്റെ വ്യത്യാസം 2019 നിന്ന് 2024 എത്തുമ്പോൾ സംഭവിച്ചിട്ടുണ്ട്. കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ ഇടതുമുന്നണിയുടെ സാധ്യതകളെ എങ്ങനെ അത് കൂടുതലായി സ്വാധീനിക്കും എന്ന ഒരു വിഷയം. 2, സിറ്റിംഗ് MP വീണ്ടും മത്സരിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ MLA കാലത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിന് തർക്കം. MP കാലത്തെക്കുറിച്ച് കാര്യമായി തർക്കിച്ചു വന്നില്ല. പക്ഷേ കേന്ദ്ര പദ്ധതികളുണ്ടോ എന്ന ചോദ്യവുമുണ്ട്. LDF എന്തു മറുപടി കൊടുക്കും? ഒന്ന്, തോമസ് ചാഴിക്കാടനെ എത്രത്തോളം ഭയപ്പെടുന്നു UDF എന്നുള്ളതാണ്
ബഹുമാനപ്പെട്ട പ്രിൻസ് ലൂക്കോസിൻ്റെ ഓരോ വരിയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയേറെ ഭയപ്പെടുന്ന ഒരു ഉയർന്ന സ്ഥാനാർത്ഥിത്വമാണ് തോമസ് ചാഴിക്കാടൻ. കേരളത്തിലെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം മത്സരിച്ചതെങ്കിലും കേരള കോൺഗ്രസ് എം എന്ന പാർട്ടി LDFൻ്റെ ഭാഗമായതിനെ തുടർന്ന് അദ്ദേഹം കേരളത്തിനു വേണ്ടി വാദിച്ചൊരു MP-യാണ്. UDFൻ്റെ 18 MP-മാരും കേരളത്തിനെതിരായി ദില്ലിയിൽ പോയി പാർലമെൻറ്റിൽ മോദിക്കൊപ്പം നിന്നപ്പോൾ മണിപ്പൂരിലേക്ക് പോകാനും അവിടെ വേദനിക്കുന്ന മനുഷ്യനോടൊപ്പം നിൽക്കാനും തൻ്റെ ഇടം കാണിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിമാനമായ MP-ആയിട്ടാണ്, നിലപാടുള്ള MP-ആയിട്ടാണ് ഈ കോട്ടയം മണ്ഡലത്തിലെ പൗരജനങ്ങൾ തോമസ് ചാഴിക്കാടനെ കാണുന്നത്. നിങ്ങൾ മണിപ്പൂരിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ മണിപ്പൂരിൽ പോകാം, മുമ്പും പോകാം. കാരണം വിനോദയാത്രയ്ക്ക് പോകാം. ഇപ്പോൾ പിന്നെ കുറെ കൂടെ നമുക്ക് യാത്രാ സൗകര്യമുണ്ട്. പക്ഷേ 260ഓളം പള്ളികൾ തകർക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പുകച്ചുരുളുകൾ ഉയരുന്ന നാട്ടിൽ അതിൻ്റെ നടുവിലൂടെ നടക്കാൻ അവധൂതനെപ്പോലൊരു തോമസ് ചാഴിക്കാടൻ ഉണ്ടായി എന്നുള്ളത് UDFൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരു സാന്നിധ്യമാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണിയിൽ നിന്നും മാറ്റം വരുന്നത് ആദ്യമല്ല. ബഹുമാനപ്പെട്ട പ്രിൻസ് ലൂക്കോസിൻ്റെ നേതാവ് PJ ജോസഫ് 2009 LDFൻ്റെ ഭാഗമായിരുന്നു. LDFൻ്റെ മുന്നണിയിൽ മന്ത്രിമാരായിരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിൽ നിന്നും അദ്ദേഹം പിന്മാറി UDFലേക്ക് പോയി. കടുത്തുരുത്തിയിൽ തൊട്ടടുത്ത് ഇദ്ദേഹത്തിൻ്റെ നേതാവ് അവിടുത്തെ MLA UDFലേക്ക് പോയി. LDFൽ മന്ത്രിയായ ശേഷം LDFൽ നിന്ന് UDFലേക്ക് പോയ ആ പാരമ്പര്യമാർക്കുള്ളത്. ആ കെട്ട പാരമ്പര്യത്തെ, ആ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കി. ഇന്ന് 2 കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള മത്സരമെന്ന് ബഹുമാനപ്പെട്ട ശരത്ത് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതിന് കാരണം കേരള കോൺഗ്രസ് ഒന്നേ ഉള്ളൂ, അത് ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ്സാണ്. 2ലെ ചിഹ്നം 8 തവണ. അപ്പോൾ ഈ ജോസഫ് ഗ്രൂപ്പിനെ എങ്ങനെ വിവക്ഷിക്കണം? അതാണ്, ജോസഫ് ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പില്ല. ഇവിടെ ബഹുമാനപ്പെട്ട പ്രിൻസ് വന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹം ആരാ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ ജയസൂര്യൻ പ്രവർത്തിച്ചത് ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വേണ്ടിയാണ്. ജയസൂര്യൻ്റെ മുന്നണിയിലുണ്ടായിരുന്ന PC തോമസിൻ്റെ ഒരു പാർട്ടിയുണ്ട്, കേരള കോൺഗ്രസ്. ആ കേരള കോൺഗ്രസിന് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും ഇവർ പുറത്തായപ്പോൾ അനാഥമായി നടന്ന PJ ജോസഫും അനാഥമായി നടന്ന മോൻ ജോസഫും ഷെഡിൽ കിടന്നിരുന്ന PC തോമസിൻ്റെ വണ്ടിയെ കയറി മുന്നോട്ട് വന്നിട്ടത് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോട്ടയത്തെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. കേരള കോൺഗ്രസ് 2ലെ ചിഹ്നത്തിൽ ഒരു കേരള കോൺഗ്രസേ കോട്ടയത്തുള്ളൂ. അത് ഈ തെരഞ്ഞെടുപ്പ് കാണാൻ പോവാണ്. അതിൻ്റെ അസ്വസ്ഥതയാണ് പ്രകടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ തോമസ് ചാഴിക്കാടന് ഒരു 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 കൊച്ചുകുട്ടിക്ക് പോലും എന്തെങ്കിലും ഒരു വിപ്രതിപത്തി തോന്നാവുന്ന ഒരു കാര്യവും അദ്ദേഹം ചെയ്തിട്ടില്ല. എന്നാൽ അദ്ദേഹം ഒന്നാമനാണ്. ഞാനൊരു ചാനലിൽ ഒരു മാധ്യമപ്രവർത്തകർ പറയുന്നത് കേട്ടപ്പോൾ കുളിർ കൊണ്ടു. എന്താണ്? ശശി തരൂർ അല്ല ഒന്നാമൻ. ഏത് ബഹുമാനപ്പെട്ട പ്രിൻസിൻ്റെ മുന്നണിയിൽപ്പെട്ട ശശി തരൂർ അല്ല ഒന്നാമൻ. പിന്നെ ആരാ ഒന്നാമൻ? ഒന്നാമൻ ചാഴിക്കാടനാണ്. കേരളത്തിനകത്ത് MP ഫണ്ട് വിനിയോഗം 100ൽ 100. നമുക്ക് ചാഴിക്കാടനെ എങ്ങനെയാണ്? പിന്നെ കേന്ദ്ര പദ്ധതികൾ. ബഹുമാനപ്പെട്ട തോമസ് ചാഴിക്കാടൻ ഇവിടെ MP ആകുന്നതിന് മുമ്പ് കോട്ടയം വഴിയുള്ള തീവണ്ടിപ്പാതയുടെ ഇരട്ടിപ്പിക്കൽ നടന്നിരുന്നില്ല. തീവണ്ടിപ്പാതയുടെ ഇരട്ടിപ്പിക്കൽ കേന്ദ്ര പദ്ധതികൾ വിജയിച്ചോ കോട്ടയത്ത്? അഭിമാന പുരസ്സരം പറയാം. കോട്ടയം വഴിയുള്ള തീവണ്ടിപ്പാത ഇരട്ടിപ്പിക്കലിന് ശരവേഗമുണ്ടാക്കിയത് കോട്ടയത്തെ MP-മാരായിരുന്ന ജോസ് കെ മാണിയുടെയും തോമസ് ചാഴിക്കാടൻ്റെയും ഇടപെടലുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഇടപെടലുണ്ട്. നമ്മുടെ കാരിത്താസ് മേൽപ്പാലമുണ്ട്. കേന്ദ്ര പദ്ധതികളൊക്കെ ഇവിടെ വന്നെന്ന് ചോദിച്ചാൽ എത്ര മേൽപ്പാലമുണ്ട്? എണ്ണിത്തീരുകയല്ല. അത്രത്തോളം മേൽപ്പാലം ഈ മണ്ഡലത്തിൽ ചാഴിക്കാടൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന കാര്യം നമുക്ക് പറയാം. പിന്നെ യാത്ര പോയാൽ പാസ്പോർട്ട് സേവാകേന്ദ്രം അപ്പുറയുണ്ട്. പറയാൻ ഒത്തിരിയുണ്ട്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് തോമസ് ചാഴിക്കാടൻ ഒരു വികാരമായി കഴിഞ്ഞു. കോട്ടയത്തെ മനുഷ്യൻ്റെ മനസ്സിലെ ഒരു വികാരമായി കഴിഞ്ഞു. അദ്ദേഹം ഒരു ആശങ്കയുമില്ലെന്നാണോ? ആശങ്കയില്ല എന്ന് മാത്രമല്ല, അവിടെയാണ് ഒരു വാക്കൂടെ പറയാൻ എന്നെ അനുവദിക്കണം. ഒരു വാക്കേ ആകാവൂ. LDFൻ്റെ ചരിത്രത്തിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ മുന്നണിയാണിത്. കാരണം ഇന്ന് കേരള കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണി LDF ആയതോടുകൂടി UDFൻ്റെ നടുപൊടിഞ്ഞു. UDFൽ ആരാ ബാക്കി? ലീഗും കോൺഗ്രസും അല്ലാതെ പിന്നെ ആരാ UDFൽ ബാക്കിയുള്ളത്? അതുകൊണ്ട് വലിയ മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അത് കോട്ടയത്തെ ജനങ്ങൾ അനുഭവിച്ചത് എങ്ങനെയെന്നുള്ളത് അടുത്ത ഘട്ടത്തിൽ പറയാം. ശരി, ഏതായാലും കോട്ടയത്തെ NDA മുന്നണിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വയനാട്ടിൽ കഴിഞ്ഞ തവണ മത്സരിച്ച തുഷാർ വെള്ളാപ്പള്ളിയെ നേരെ കോട്ടയത്തേക്കാണ് ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളുടെ സ്ഥാനാർത്ഥി തുഷാറാണ്.
അപ്പോൾ കോട്ടയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷ എന്നുള്ളത് സ്വാഭാവികമായും താങ്കൾ ഇതിൻ്റെ തുടർച്ചയിൽ വിശദീകരിക്കേണ്ടി വരും. ഞാൻ രണ്ട് കാര്യങ്ങൾ കൂടി അതോടൊപ്പം ചേർക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് മുക്ത BJPക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട അവസ്ഥയിലെത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞത് നിങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ CK പത്മനാഭനാണ്. അതുപോലെ തന്നെ കാലാകാലങ്ങളായി പതിറ്റാണ്ടുകളായി പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചു വന്ന പ്രവർത്തകർ അവഗണിക്കപ്പെടുന്നു. അതിൻ്റെ അതാണ് പരസ്യമായി വെളിപ്പെടുത്തിയത്, പറയേണ്ടി വന്നത്, വ്യാപകമായി അതിന് അദ്ദേഹത്തിന് പിന്തുണ ലഭിക്കുന്നുവെന്ന് ഒന്നൊഴിയാതെ എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത് CKP ആണ്. അത് രണ്ടാമത്തെ കാര്യം. ഭാരതീയ ജനസംഘം മുതലുണ്ടായിരുന്ന രാഷ്ട്രീയ സംസ്കാരത്തിന് നിരക്കാത്ത വിധം അധികാരത്തിൻ്റെ പിറകെ പോകുന്ന കോൺഗ്രസ്സുകാരെ ഇങ്ങനെ വാലെ വിളിച്ചു കയറ്റുന്നതിലെ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വന്ന BJPക്കാരുടെ വലിയ രോഷം, പ്രതിഷേധം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ. മറുഭാഗത്ത് കലാമണ്ഡലം ഗോപിയാശാനെ പോലെ നമ്മൾ ഏറ്റവും അധികം ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന അദ്ദേഹത്തോട് ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിക്കണമെങ്കിൽ സുരേഷ് ഗോപി അനുഗ്രഹിക്കണമെന്ന് പറയുന്ന നിലയിലേക്ക് ഒരു അന്തരീക്ഷം അവസ്ഥ കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഇത് ഏതെങ്കിലും നിലയ്ക്ക് ഈ പ്രശ്നങ്ങൾ കേരളത്തിന് BJPയെ ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുന്ന കാര്യങ്ങളാണോ ജയസൂര്യൻ? ഈ ഇലക്ഷൻ പാർലമെൻറ്റിലേക്കുള്ള ഇലക്ഷൻ. പാർലമെൻറ്റിൽ രണ്ട് മുന്നണികളാണ് ഏറ്റുമുട്ടുന്നത്. BJPയുടെ NDAയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയും. ഇവിടുത്തെ 20 സീറ്റാണ് കേരളത്തിലുള്ളത്. ആ 20 സീറ്റിൽ NDA മുന്നണി ഒരു സീറ്റിൽ ഓരോ സ്ഥാനാർത്ഥിയെ വീതമാണ് നിർത്തിയത്. ഇന്ത്യ മുന്നണി 2 സ്ഥാനാർത്ഥികളെ വീതം നിർത്തിയിരിക്കുകയാണ്. അതെന്തുകൊണ്ട് എന്നുള്ളത് കേരള ജനത തീർച്ചയായിട്ടും വിലയിരുത്തിയായിരിക്കും ഇത്തവണ വോട്ട് ചെയ്യുക. എന്തിനാണ് ഒരു മുന്നണിക്ക് 2 സ്ഥാനാർത്ഥി? ഇപ്പോൾ ശ്രീ അനിൽകുമാറിനോട് എനിക്ക് വലിയ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. അദ്ദേഹം ഇവിടെ എടുത്തെടുത്ത് പറഞ്ഞ പദ്ധതികളൊക്കെ തന്നെ BJPയുടെ NDAയുടെ പദ്ധതികളാണ്. റെയിൽവേ മേൽപ്പാലമാണെങ്കിലും റെയിൽവേ വികസനമാണെങ്കിലും എന്താണെങ്കിലും കേന്ദ്ര പദ്ധതികൾ എന്ന് പറയാതെ ഞങ്ങൾ കൊണ്ടുവന്നത് എന്ന് പറയാൻ LDFനും UDFനും ഒന്നുമില്ല. പിന്നെ ഇദ്ദേഹം ചോദിച്ച ചോദ്യമുണ്ടല്ലോ, അത് വളരെ പ്രസക്തമാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാരിങ്ങനെ വന്നു കയറുന്നു, LDFുകാർ വന്നു കയറുന്നു. നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഈ ബസ് കേടായാൽ അടുത്ത ബസ്സേ കയറുമല്ലോ. അപ്പോൾ നമ്മുടെ നായനാരുടെ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്ന വിശ്വനാഥ മേനോൻ വന്നു. അത് കഴിഞ്ഞ് അൽഫോൺസ് കണ്ണന്താനം വന്നു. അത് കഴിഞ്ഞ് അബ്ദുള്ള കുട്ടി വന്നു. അങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് LDFോ UDFോ വ്യത്യാസമൊന്നുമില്ല. പറഞ്ഞ വിമർശനത്തിന്റെ അതെ, ആ വിമർശനമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ CKPയെ പോലുള്ളവർക്കൊക്കെ പറയേണ്ടി വരികയാണ്. ഒരു ഭാഗത്തുനിന്ന് കോൺഗ്രസ്സുകാർ വരുന്നു, ഒരു ഭാഗത്തുനിന്ന് CPMകാർ വരുന്നു. അവരുടെ 2 വണ്ടിയും പഞ്ചറായി. ഇനിയിപ്പോൾ ആകെ ഓടാൻ കൊള്ളാവുന്ന വണ്ടി NDA ആണ്. അതുകൊണ്ട് 2 കൂട്ടരും വരികയാണ്. അദ്ദേഹം പറഞ്ഞത് അധികാരത്തിനോടൊപ്പം സഞ്ചരിച്ച കോൺഗ്രസ്സുകാർക്ക് അതില്ലാതെ പറ്റില്ല. അപ്പോൾ അവരെ കൊണ്ടുവരുന്നതോടുകൂടി നിങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരം തന്നെ ഇല്ലാതായി പോകുന്ന വിധമുള്ള അപകടത്തെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. തീർച്ചയായിട്ടും അതെ. കാരണം ഈ CPMൽ നിന്നും കോൺഗ്രസിൽ നിന്നും ആൾക്കാർ വരുമ്പോൾ അവരവരുടെ സംസ്കാരവും കൊണ്ടാണ് വരുന്നത്. സൂക്ഷിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ പ്രസക്തമാണ്. രാഷ്ട്രീയത്തിൽ നമുക്ക് ആരെയും ഒഴിച്ചു നിർത്താൻ പറ്റില്ല. ഞങ്ങൾ വിശ്വനാഥ മേനോനെ വേണ്ടാന്ന് പറഞ്ഞില്ല, അൽഫോൺസ് കണ്ണന്താനത്തിനെ വേണ്ടാന്ന് പറഞ്ഞില്ല, ഞങ്ങൾ അബ്ദുള്ള കുട്ടിയെ വേണ്ടാന്ന് പറഞ്ഞില്ല, ഞങ്ങൾ ഈ കോട്ടയം ജില്ലയിലെ കോട്ടയത്ത് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായ മിനർവ മോഹനെ വേണ്ടാന്ന് പറഞ്ഞില്ല. CPM നിന്നാണ് വന്നത്. അപ്പോൾ CPM നിന്ന് വന്നാലും കോൺഗ്രസിൽ നിന്ന് വന്നാലും ജനാധിപത്യത്തിൽ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം അവരുടെ പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് BJP അംഗീകരിച്ചുകൊണ്ട് ആര് വന്നാലും സ്വീകരിക്കും, ഒരു സംശയവുമില്ല. ഏതായാലും അങ്ങനെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ന് കേരളത്തിൽ. ജയസൂര്യൻ CKPയുടെ ആ വാദത്തോടും വിമർശനത്തെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണോ സംസാരിക്കുന്നത്? ഞാൻ കലാമണ്ഡലം ഗോപിയാശനെ കുറിച്ച് ചോദിച്ചു, അദ്ദേഹം അതേക്കുറിച്ച് പരാമർശിച്ചിട്ടുമില്ല. കേരളമെന്ന് പറയുന്നത് മതനിരപേക്ഷതയ്ക്ക് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പച്ചപ്പുള്ള ഒരിടമാണ്. കലാമണ്ഡലം ഗോപിയാശാൻ എന്ന് പറയുന്നത് പച്ചവേഷത്തിൻ്റെ നമ്മുടെ സമൂഹത്തിനകത്ത് നാം അറിയുന്ന കൺകണ്ട രൂപമാണ്. അതുകൊണ്ട് ഗോപിയാശാനെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പച്ചയുടെ പച്ച എന്ന പേരിലാണ്. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയെപ്പോലുള്ള ആളുകളെ ഭയപ്പെടുത്തുകയും വ്യാമോഹങ്ങൾപ്പെടുത്തുകയും കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയുമാണ്. അങ്ങനെ കീഴ്പ്പെടുത്താനാവാത്ത ഹിമാലയങ്ങളും കീഴ്പ്പെടുത്താനാവാത്ത സഖ്യപർവ്വത സംഘങ്ങളും ഈ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട് എന്ന് സുരേഷ് ഗോപിയെ മാത്രമല്ല നരേന്ദ്രമോദിയെ വരെ ബോധ്യപ്പെടുത്തിയ നിലപാടുകളുടെ രാജകുമാരനായി കലാമണ്ഡലം ഗോപി മാറിയെന്നുള്ളതാണ് ഇന്ന് കേരളം ഇന്ത്യക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭാവന. നിങ്ങൾ ഭാരതരത്നം കൊടുക്കുന്നു, നിങ്ങൾ പത്മഭൂഷൺ കൊടുക്കുന്നു, പത്മവിഭൂഷൺ കൊടുക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ്? മാടി വിളിക്കുകയാണ് സ്ഥാനമാനങ്ങൾ. അങ്ങനെ സ്ഥാനമാനങ്ങൾ വിളിച്ചാൽ നിങ്ങൾ
മാടി വിളിച്ചാൽ ഓടിക്കൂടുന്ന അവസരവാദികളുടെ കാര്യമായി ഈ പേര് പറഞ്ഞത്. എം ലോറൻസിൻ്റെ മകനോ കൊച്ചുമകനോ +2 പഠിക്കുന്ന ഒരു പയ്യൻ സ്കൂളിൽ പോയ വഴിക്ക് മഴ വന്നപ്പോൾ BJP ഓഫീസിൽ കയറി. അവിടെ വെച്ചൊരു ഫോട്ടോ എടുത്തിട്ട് CPM എന്നൊരാളെ കിട്ടിയെന്ന് ഫ്ലെക്സ് ബോർഡ് വെച്ച വീരന്മാരെ ഇവർ. അൽഫോൺസ് കണ്ണന്താനത്തെ കിട്ടി, വിശ്വനാഥ അൽഫോൺസ് കണ്ണന്താനം CPM അല്ല. അൽഫോൺസ് കണ്ണന്താനം CPM അല്ല. ഞങ്ങൾ മത്സരം ജയിച്ച മണ്ഡലമല്ല. അവിടെ ഞങ്ങളൊരു സ്വതന്ത്രം നിർത്തി. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു കേന്ദ്രത്തിൽ മന്ത്രിയാക്കാൻ ഞങ്ങൾക്കൊരു ക്രിസ്ത്യാനിയുടെ മുഖം വേണം. അവർ ക്രിസ്ത്യാനിയുടെ മുഖം കിട്ടാൻ അൽഫോൺസ് കണ്ണന്താനെ കൊണ്ടുപോയി. കണ്ടില്ലേ? അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ ഭാര്യ പറഞ്ഞെന്താണ്? നരേന്ദ്രമോദി കണ്ടാൽ ഉടനെ കെട്ടിപ്പിടിക്കും. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ ആ കൂടെ പോയതാണ്. നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം കോൺഗ്രസിൽ നിന്നും BJPക്കുള്ള കാലുമാറ്റത്തിൻ്റെ ആഴം എത്രയാണ്. ഞാൻ ബഹുമാനപ്പെട്ട AK ആൻ്റണിയുടെ മകൻ പോയതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. കരുണാകരൻ്റെ മകൾ പോയതിനെ കുറിച്ചല്ല പറയുന്നത്. അനിൽ ആൻ്റണി പോകുമ്പോൾ അതിലൊരു രാഷ്ട്രീയമുണ്ട്. എന്താ രാഷ്ട്രീയം? മാറാട് കലാപത്തിന് ശേഷം AK ആൻ്റണി കേരള രാഷ്ട്രീയത്തിൽ പ്രസ്താവന നടത്തി. ആ പ്രസ്താവന എന്ന് പറയുന്നത് ഇന്ന് കോൺഗ്രസ് ഇന്ത്യ രാജ്യം സ്വീകരിക്കുന്ന മൃദുഹിന്ദുത്വ പ്രസ്താവനയാണ്. കേരളത്തിനകത്ത് ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമാണ്. അവർ ന്യൂനപക്ഷങ്ങളല്ല, ക്രിസ്ത്യൻ മുസ്ലിം ജനവിഭാഗങ്ങൾ. അവർ അമിതമായ അധികാര പ്രമത്തതയോടുകൂടി ബാർഗൈൻ ചെയ്ത് സ്ഥാനമാനങ്ങൾ നേടാൻ ശ്രമിക്കുന്നതാണ് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ പ്രശ്നം എന്ന് സിദ്ധാന്തവൽക്കരിച്ചപ്പോൾ BJP എന്ന് പറയുന്ന പാർട്ടിക്ക് രാജപാതയുണ്ടാക്കി. ആ രാജപാതയിലൂടെ നടന്നിട്ടാണ് അനിൽ ആൻ്റണി BJPയുടെ ആഫീസിലേക്ക് നടന്നു പോയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് ഞാൻ ഇവരിലേക്ക് പോകാം. 2019 നിങ്ങൾ ചാഴികാടിനെതിരെ പറഞ്ഞതൊക്കെ റെക്കോർഡായി സോഷ്യൽ മീഡിയയിലൊക്കെ കിടപ്പുണ്ട്. നിങ്ങളത് മറന്നു പോകരുത്. നിങ്ങൾ വലിയ ആവേശമൊന്നും കാണിക്കേണ്ട. അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ നിങ്ങളുടെ കൂടെ കാണത്തില്ല. മനസ്സിലായല്ലോ? അപ്പം അതുകൊണ്ട് ഇതൊക്കെ ജനത്തിന് മുന്നിൽ ഞാൻ പറഞ്ഞോട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ പറയുന്നുണ്ടല്ലോ, ഇവിടെ അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഇവിടെ ഇറങ്ങിയിട്ടുള്ളൂ. സൗമ്യം സുതാര്യം എന്നുള്ള ക്യാപ്ഷനൊക്കെ ഉണ്ട്. LDF സ്ഥാനാർത്ഥി എന്നുള്ളത് ഏറ്റവും അവസാനമാണ്. ചിഹ്നത്തിന്റെ കൂടെ കറപ്പക്ഷരത്തിലാണ് LDF എന്ന് എഴുതിയിരിക്കുന്നത്. LDFന്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ LDF സ്ഥാനാർത്ഥിയാണ് അഭിമാനപൂർവ്വം പറയാൻ കഴിയാത്തവരെയാണ് നിങ്ങൾ ചുമക്കുന്നത് എന്ന് കാലം നിങ്ങൾ തെളിയിക്കും. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇവിടെ ആർജവത്തോട് കൂടി ചോദിക്കുന്നു, തോമസ് ചാഴികാടന്റെ ഒരു കേന്ദ്ര പദ്ധതി എന്താണ്? തോമസ് ചാഴികാടൻ കൊണ്ടുവന്ന ഒരു കേന്ദ്ര പദ്ധതി എന്താണ്? എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ 2014 ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ് കുറവലങ്ങാട് കോഴയിലുള്ള സയൻസ് സിറ്റിയുടെ ഉദ്ഘാടനം നടന്നത്. 10 വർഷം പിന്നിടുന്നു. എന്തുകൊണ്ട് അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നില്ല? ചോദ്യത്തിന് മറുപടി പറയണം. ഇവിടെ മേൽപ്പാലം ഉണ്ടാക്കിയതാണ് ഒരു കേന്ദ്ര പദ്ധതി പറയാനില്ലാത്ത ജനപ്രതിയാണ് ശ്രീ തോമസ് ചാഴികാടൻ. അത് ആർജവത്തോടുകൂടി എൻ്റെ സ്നേഹിതൻ പ്രിൻസ് ലൂക്കോസ് ആദ്യമേ സംസാരിച്ചു തുടങ്ങിയത് സിറ്റിംഗ് MP എന്ന് ആങ്കർ പറഞ്ഞപ്പം നിങ്ങൾ തിരുത്തി. എന്താ സിറ്റിംഗ് MP അല്ലേ? രാജിവെച്ച് മത്സരിക്കണമായിരുന്നു. ജയിപ്പിച്ച മന്ത്രി UDF ജയിപ്പിച്ച രാജിവെച്ച് മത്സരിച്ച MP ആണോ നിങ്ങൾ? ഇടതുപക്ഷത്തിൽ നിന്ന് മത്സരിക്കണമായിരുന്നു. അതിന് കഴിഞ്ഞില്ലല്ലോ. UDF ജയിച്ച MP സിറ്റിംഗ് MP UDF ജയിപ്പിച്ച MP. നിങ്ങൾക്ക് രാജ്യസഭയിൽ ജോസ് കെ മാണി രാജിവെച്ചല്ലോ. നിങ്ങൾക്ക് രാജിവെച്ചല്ലോ. മത്സരിച്ച് രാജിവെക്കണമായിരുന്നു. രാജിവെച്ച് മത്സരിച്ച് MP ആകണമായിരുന്നു. ഇടതുപക്ഷത്തിൽ നിന്ന് ജയിച്ചു കാണിക്കുന്നു. കോട്ടയത്തിന്റെ MP തോമസ് ചാഴികാടനാണ്. ആവേശം ഞങ്ങളെ ഒന്നും കണ്ടില്ലെന്ന് തോന്നുന്നു. അദ്ദേഹം ചാഴികാടിനെതിരെ കത്തിക്കേറുക. UDFിലോട്ട് ചേക്കേറിയപ്പം എവിടെ രാജിവെച്ചിട്ടാണ് നീ നിൽക്കുന്നതെന്ന് പ്രിൻസ് ഒന്ന് പറ. എന്നിട്ട് വർത്താനം പറ. ആദ്യം 2019 ബഹുമാന്യനായ പ്രിൻസ് ലൂക്കോസ്, കേരള കോൺഗ്രസ് മാണി പാർട്ടി പൂർണ്ണമായി LDFിലേക്ക് വന്നതിന്റെ ഭാഗമായിട്ടാണ് തോമസ് ചാഴികാടൻ LDFിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്.
പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇവിടെ കാര്യം, അല്ലല്ല, 2019 ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബഹുമാന്യനായ ഫ്രാൻസിസ് ജോർജ്, അദ്ദേഹം LDF വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയ ആളാണ്. അത് LDF വേണ്ടി ഇറങ്ങാൻ കാരണം അന്ന് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി LDF ഭാഗമായി ഇരുന്നു. എന്നാൽ 2024 വരുമ്പോഴും ജനാധിപത്യ കേരള കോൺഗ്രസ് LDF ഭാഗമായി നിൽക്കുകയും മറിച്ച് LDF നിന്ന ഫ്രാൻസിസ് ജോർജ് താൽക്കാലികമായ തന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി UDF ഭാഗമായി ഇത് രണ്ടും ഒന്നാണ്. Yes, yes. ഇത് രണ്ടും ഒന്നായി കാണാം. പ്രിൻസ് മറുപടി, ഫ്രാൻസിസ് ജോർജിനെ കുറിച്ച് പറഞ്ഞൊരു മറുപടി കൊടുക്കാം. ആ രാഷ്ട്രീയ നിലപാട് മാറിയെ കുറിച്ചാണ് പറഞ്ഞല്ലോ. ഫ്രാൻസിസ് ഇവിടെ ഇതിലെ പുതിയ ചോദ്യം, തോമസ് ചാഴികാടനെ വ്യത്യസ്തനാക്കുന്നത് തോമസ് ചാഴികാടൻ രാഷ്ട്രീയക്കാരനല്ലായിരുന്നു. തോമസ് ചാഴികാടനെ കുറിച്ച് UDF-കാർ നെഞ്ചിലേറ്റിയ നേതാവാണ് ചാഴികാടൻ. ആ ചാഴികാടൻ UDF-മായിട്ട് മത്സരിക്കരുത് എന്ന വാദത്തിൽ ഞങ്ങൾ ഓർത്തു. ഇവിടെ ഒരു കാര്യം LDF ഭാഗമായി കേരള കോൺഗ്രസ് വന്നതിനെ, ബഹുമാനപ്പെട്ട ചാഴിക്കാടൻ്റെ പാർട്ടി LDF ഭാഗമായി വന്നതിനെ കോട്ടയം എങ്ങനെ സ്വീകരിച്ചു നമ്മൾ നോക്കണം. അവർ 2 ലക്ഷമില്ലാതെയാണ് LDF വന്നത്. തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കുമ്പോൾ, പഞ്ചായത്ത് ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ 2 ലക്ഷം ഇല്ല. പക്ഷേ നോമിനേഷൻ കൊടുക്കുന്ന അവസാന തീയതിക്ക് മുമ്പ് 2 ലക്ഷം കിട്ടി. അപ്പോഴാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് 2 ലക്ഷമുള്ള ബഹുമാനപ്പെട്ട ജോസ് കെ മാണി നയിക്കുന്ന പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിജ്ഞാപനം വന്നത്. അതിനുശേഷം കോട്ടയം എങ്ങനെയാണ് ചാഴിക്കാടൻ്റെ പാർട്ടിയെ സ്വീകരിച്ചത്? കോട്ടയം ജില്ലയിൽ 53 ഗ്രാമപഞ്ചായത്ത് LDF ഭരിക്കുന്നത്. ഞങ്ങൾ CPI-യും CPM ഉൾപ്പെടെയുള്ള പഴയ LDF ചത്ത് കിടന്ന് പണിയെടുത്തിട്ടും 2001 ആദ്യമായി ഞങ്ങൾക്ക് 28 പഞ്ചായത്ത് കിട്ടിയത്. കേരള കോൺഗ്രസ് വന്നതോടുകൂടി ഞങ്ങളുടെ പഞ്ചായത്തുകളുടെ എണ്ണം 28-ൽ നിന്ന് 53 മാറിയത്. ചാഴിക്കാടൻ്റെ പാർട്ടി LDF വന്നത് നന്നായി എന്നാണ് കോട്ടയത്തെ മനുഷ്യൻ ചിന്തിക്കുന്നത്. ഇനി ബഹുമാനപ്പെട്ട പ്രിൻസിനോട് ഞാൻ ചോദിക്കുക, 11 ബ്ലോക്ക് പഞ്ചായത്തുള്ളതിൽ 10 LDF അല്ലേ ഭരിക്കുന്നത്? കോട്ടയം ജില്ലയുടെ ചരിത്രത്തിൽ LDF-ന് 23-ൽ 14 സീറ്റ്. കോട്ടയം ജില്ലയുടെ ചരിത്രത്തിൽ പാലാ നഗരസഭ ആദ്യമായി LDF ഭരിക്കുന്നത്. ഇതെല്ലാം ബഹുമാനപ്പെട്ട ചാഴിക്കാടൻ്റെ പാർട്ടി LDF വന്നതിന് കോട്ടയത്തെ മനുഷ്യർ നൽകിയ അംഗീകാരത്തിൻ്റെ ഉയരങ്ങളാണെങ്കിൽ നിശ്ചയമായും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞല്ലോ, ചാഴിക്കാടനെ നെഞ്ചേറ്റുന്നവരാണ് UDF-കാരെന്ന് പറഞ്ഞു. അത് സത്യമാണ്. ആ സത്യം പൊലിക്കട്ടെ. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് നിങ്ങൾ തോമസ് ചാഴികാടനെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതാണ് രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യം കൂടി പറയട്ടെ. രണ്ടാമത്തെ കാര്യം പറയട്ടെ. PJ ജോസഫും ഫ്രാൻസിസ് ജോർജൊക്കെ അധികാരം വേണ്ടെന്ന് വെച്ച് പറഞ്ഞ വന്നവരാ. PJ ജോസഫ് മന്ത്രിസ്ഥാനം വേണ്ടെന്ന് വെച്ച് ഒരു പാർട്ടിയായിട്ട് ഒന്നിച്ച് കേരള കോൺഗ്രസ് പോകണമെന്ന് വെച്ച് വന്ന ആളാ. ഒരു പാർട്ടി വേണ്ട, അത് അധികാരം വേണ്ടെന്ന് വെച്ച് വന്ന ആളാ ഫ്രാൻസിസ് ജോർജും അധികാരം വേണ്ടെന്ന് വെച്ച് വന്ന ആളാ. ബഹുമാനപ്പെട്ട KM മാണിയുടെ ജീവിതകഥ വായിക്കണം. ആരാണ് PJ ജോസഫ് എന്നുള്ള ജീവിതകഥ പറയുന്നുണ്ട്. അദ്ദേഹം ഈ അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഐക്യം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം KM മാണിയോട് എന്താ പറഞ്ഞതെന്നറിയാമോ? അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെൻറ്റ് മത്സരിക്കണം. PJ ജോസഫ് പറഞ്ഞത് ചാഴിക്കാടൻ മത്സരിക്കണം എന്നല്ല. എന്തൊരു ചാഴിക്കാട സ്നേഹമായിരുന്നു. പാലായിൽ ചെന്നിട്ട് KM മാണി സാറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് PJ ജോസഫ് ആവശ്യപ്പെട്ടത് PJ ജോസഫിന് പാലായി കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കണം. ബഹുമാനപ്പെട്ട KM മാണി തിരിച്ചു പറഞ്ഞ എന്താണ്? ഔസേപ്പച്ച, തൊടുപുഴ മണ്ഡലത്തിൽ ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും ഔസേപ്പച്ചൻ പറയുന്നത്? ഇതാണ് ചോദിച്ചത്. നിങ്ങളുടെ ചാഴിക്കാട് സ്നേഹം എന്താണെന്നുള്ളത് ബഹുമാനപ്പെട്ട KM മാണി സാറിന്റെ ജീവിതകഥ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ പറയുന്നത് വ്യക്തിപരമായി അല്ല, രാഷ്ട്രീയപരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആരോടാണ് എനിക്ക് ചോദിക്കാനുള്ള UDF-ന്റെ പ്രതിനിധിയോടാണ്. ചാഴികാടൻ എന്ന് പറയുന്ന ആ സ്ഥാനാർത്ഥി ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അദ്ദേഹം LDF വന്നതിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പാർട്ടി കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF വന്നതുകൊണ്ടാണ് അദ്ദേഹം LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. പ്രിൻസിന് അത് ബോധ്യപ്പെട്ടിട്ടില്ല. പ്രിൻസ് അത് സമ്മതിക്കാൻ തയ്യാറല്ല. പക്ഷേ UDF-ന്റെ സ്ഥാനാർത്ഥി, ആ UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ നിലപാടുണ്ടോ?
ഈ UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് രാഷ്ട്രീയ നിലപാട് ആരോടാണ്? അദ്ദേഹം എത്ര പാർട്ടികളിൽ ബഹുമാനായ പ്രതിനിധിയായി ഓക്കേ, ആ ക്ലിയർ, പാർട്ടിയുമായി ക്ലിയർ. ബഹുമാനായ അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസിന്റെ ആവേശം കൊണ്ട് എനിക്ക് സത്യത്തിൽ വളരെ തമാശ തോന്നി. അങ്ങയുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടപ്പോൾ വളരെ തമാശ തോന്നി. അങ്ങ് സത്യത്തിൽ നമ്മൾ ഈ മുന്നണി മാറുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണല്ലോ. അപ്പോൾ അങ്ങ് മുന്നണി മാറുന്ന സമയത്ത് അങ്ങ് തിരുവാർപ്പിൽ പോയി 2 വള്ളത്തെ കാല് വെച്ചെന്ന് ഓർക്കുന്നുണ്ട്. അതിന്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഞങ്ങളുടെ കൂടെയാണെന്ന് കരുതി ഞങ്ങളുടെ ജനപ്രതിനിധികളെല്ലാം ഒപ്പ് മേടിക്കാൻ പോയ അങ്ങ് പിറ്റേ ദിവസം തിരിച്ചറിഞ്ഞ് ജോസഫ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അങ്ങ് ഇവിടെ ചാരപ്പണി ചെയ്യുവാണെന്ന് ഞങ്ങൾ പിന്നീട് തിരിച്ചറിഞ്ഞു. ദുഃഖമുണ്ട്. പിന്നെ പറയട്ടെ, അങ്ങ് പറഞ്ഞല്ലോ നിങ്ങൾ കേന്ദ്ര UDF-ല്ല, നിങ്ങൾ കേരള കോൺഗ്രസ് എമ്മിലല്ല, നിങ്ങൾ UDF എന്ന് പറഞ്ഞല്ലോ. ഇത് പോട്ടെ, എനിക്ക് ഒരു നിലപാട് രാഹുൽ ഗാന്ധി കോടിക്കണക്കിന് രൂപ പെൻഡിങ് വെച്ചിരിക്കുന്നു, മിച്ചം വെച്ചിരിക്കുന്നു. ഡീൻ കുര്യാക്കോസ് 4 കോടിയിൽ പരം രൂപ. അതുപോലെ തന്നെ രമ്യ ഹരിദാസ്. പല മണ്ഡലങ്ങളും വലിയ ചർച്ചയാണ്. ചർച്ച വന്നുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. പ്രിൻസ് ലൂക്കോസിനെ കുറിച്ച് വ്യക്തിപരമായി പറഞ്ഞതുകൊണ്ടുകൂടി വിശദീകരണം വേണമെങ്കിൽ ഇവിടെ അനിൽകുമാർ സാറ് 2 ചിഹ്നവും അതിന്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞു. എന്തുകൊണ്ട് എന്നാ പിന്നെ പാലായിൽ ജോസ് കെ മാണിക്ക് 2 ചിഹ്നവും മാണി കാപ്പന്റെ ട്രാക്ടറും തമ്മിൽ മത്സരിച്ച് അവിടെ എന്താ പിന്നെ ജനം 2 ചില വികാരമാണ് കേൾപ്പിക്കില്ലായിരുന്നോ? ഞങ്ങളുടെ കടുത്തുരുത്തി മോൻസ് ജോസഫ് 2 ട്രാക്ടർ ചിഹ്നല്ലേ? അപ്പൊ അതൊന്നും പറയണ്ട. ചിഹ്നം ഒരു വികാരമാണ്, രാഷ്ട്രീയത്തിൽ നിലപാടുകളാണ്. പിന്നെ ബഹുമാനായ അനിൽകുമാർ സാറ് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ ജോസ് കെ മാണി ഒക്കെ LDF-ലേക്ക് പോയതിനു ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വരെ പറഞ്ഞു. നിങ്ങളതിന് മറുപടി പറ. LDF-നൊപ്പം ഇന്നേ വരെ കിട്ടാത്ത അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങൾ അടക്കം LDF-ലേക്ക് പോയില്ലേ? കണക്ക് നിരത്തി സംസാരിച്ചില്ലേ? അതിനെ കൗണ്ടർ ചെയ്യൂ. ചങ്ങനാശ്ശേരി, അതുപോലെ കാഞ്ഞിരപ്പള്ളി, എത്ര മണ്ഡലങ്ങൾ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 2020 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏതാണ്ട് അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഒപ്പം നിന്ന ജനങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്ന LDF-നോടൊപ്പം പോയി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ആരുടെയും പോക്കറ്റിൽ കിടക്കുന്ന നിങ്ങളുടെ ഗ്രൂപ്പ് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം നേട്ടമുണ്ടാകുന്ന ജനം മുഴുവൻ നിങ്ങൾക്കെതിരാണ്, LDF-നെതിരാണ്. ആ വികാരം ഒന്നുമല്ല കേരളത്തിൽ. അന്നത്തെ വികാരം വെച്ചും അന്നത്തെ വോട്ട് വെച്ചും നിങ്ങൾ കണക്കൂട്ടണ്ട. നിങ്ങളുടെ കോട്ട കൊത്തനങ്ങളൊക്കെ പൊളിഞ്ഞെടുക്കാൻ പോവുകയാണ്. ഇവിടെ ഫ്രാൻസിസ് ജോർജ് ഉജ്ജ്വലമായ വിജയം നേടുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. കാണാം നമുക്ക് കളി കാണാം. ശ്രീ ജയസൂര്യൻ, താങ്കൾ പറഞ്ഞല്ലോ ദേശീയ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ദേശീയ രാഷ്ട്രീയം വളരെ ഗൗരവമായി വരേണ്ടതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും BJP വല്ലാതെ പ്രതിരോധത്തിലാകുന്ന നിരവധി വിഷയങ്ങൾ വരുന്നു. അതിൽ മുമ്പ് പറഞ്ഞ മതന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം, കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ എങ്ങനെ BJP വിശ്വസിക്കും? മണിപ്പൂർ ഒരു പ്രധാന പ്രശ്നം, പൗരത്വ നിയമ ഭേദഗതി മറ്റൊരു പ്രശ്നം. അതുപോലെ ഇലക്ട്രൽ ബോണ്ടിലൂടെ ഏറ്റവും വലിയ അഴിമതിയുടെ ഒരു മുൾമുനയിൽ യഥാർത്ഥത്തിൽ സർക്കാരും BJP നിൽക്കുന്നു. വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത വിധം അവസാനം നിങ്ങൾക്കെതിരാവുന്നുണ്ട്. വലിയ ചർച്ചയാവുന്ന വിഷയങ്ങൾ ഒരിക്കലുമില്ല. ഇങ്ങനെയുള്ള ചർച്ചകൾ ഇലക്ഷൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും രംഗത്ത് സ്വാഭാവികമാണ്. അതിങ്ങനെ വരാറുണ്ട്. അങ്ങനെ ഓരോ വിഷയം വരുമ്പോൾ 370-ാം വകുപ്പ് വന്നപ്പോൾ പറഞ്ഞു ഇപ്പോൾ BJP തീരും, മോദി താഴെ പോകും. അതുപോലെ തന്നെ മുത്തലാഖ് വന്നപ്പോൾ പറഞ്ഞു ഇപ്പോൾ തീരും. CAA വന്നപ്പോൾ പറഞ്ഞു ഇപ്പോൾ തീരും. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വരുമ്പോൾ പറയുന്നു ഇപ്പോൾ തീരും. അങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഓരോ വിഷയവും വന്ന് കടന്നു പോകുമ്പോൾ മോദി വീണ്ടും ശക്തനാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ, കോട്ടയത്തെ ജനങ്ങൾ പ്രത്യേകം ചിന്തിക്കുന്ന ഒരു കാര്യം, പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടി ആരെയെങ്കിലും തിരഞ്ഞെടുത്തയക്കണോ, ഭരണപക്ഷത്തിരുന്നു കൊണ്ട് ഈ ഭരണത്തിൻ്റെ പങ്കാളിത്തം വഹിക്കണമോ? മതന്യൂനപക്ഷത്തിൻ്റെ പേരിൽ വലിയ ആവേശം കൊള്ളുന്നവരും മണിപ്പൂരിലേക്ക് പോകുന്നവർ 17 കിലോമീറ്റർ അപ്പുറത്തുള്ള പാലാ ബിഷപ്പ് ആക്രമിക്കപ്പെട്ടപ്പോൾ മിണ്ടിയില്ലല്ലോ, പൂഞ്ഞാറ്റിൽ പ്രശ്നമുണ്ടായപ്പോൾ മിണ്ടിയില്ലല്ലോ. അപ്പോൾ മതന്യൂനപക്ഷങ്ങൾ മണിപ്പൂരിൽ ആക്രമിച്ചാൽ മാത്രമേ ഇവിടെ പ്രതികരണമുള്ളൂ. പാലായിലും പൂഞ്ഞാറും ആക്രമിക്കപ്പെട്ടാൽ പ്രതികരണമില്ല. അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഈ പറയുന്ന LDF-നെയും UDF-നെയും അടങ്ങുന്ന ഇന്ത്യ മുന്നണിക്ക് പകരം NDA മുന്നണിയുടെ പ്രതിനിധിയെ തുഷാർ വെള്ളാപ്പള്ളിയെ ജയിപ്പിക്കുന്ന കോട്ടയമായി മാറാൻ പോവുകയാണ്. അത് കേരളം മുഴുവൻ അങ്ങനെ മാറാൻ പോവുകയാണ്.
ഇന്ന് വരെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടാത്ത അത്ര പ്രാധാന്യത്തോടു കൂടി BJP-യും ദേശീയ ജനാധിപത്യ സഖ്യവും ഇന്ന് ചർച്ചയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിന്റെ മാറ്റം കോട്ടയത്ത് നിന്ന് തന്നെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. അതിനുള്ള സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ മൊത്തം ചുട്ടുകരിച്ചിട്ട് നിങ്ങൾ ഈ തമാശ പറയുന്നു. മണിപ്പൂരിലേത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിലുള്ള പ്രശ്നമല്ല, അത് വംശീയ പ്രശ്നമാണ്. അവിടെ രണ്ട് വംശമാണ്, വർഗമല്ല. അതിവിടെ ചെലവാകുന്ന കാര്യമല്ല, വിലപ്പോകുന്ന കാര്യമല്ല. വേഗം കേന്ദ്ര ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിറ്റഴിക്കുമ്പോൾ, വിമാനത്താവളങ്ങൾ വിറ്റഴിക്കുമ്പോൾ, തുറമുഖങ്ങൾ വിറ്റഴിക്കുമ്പോൾ, ബാങ്കുകൾ ലയിപ്പിച്ച് നിയമനം ഇല്ലാതാക്കുമ്പോൾ, തൊഴിലവകാശങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, സംവരണ ആനുകൂല്യത്തിന്റെ പ്രതിനിധികളായി എത്തിയിരിക്കുന്ന BDJS-ഓ തുഷാർ വെള്ളാപ്പള്ളിയോ നാളിതുവരെ ഇതിനെതിരായ ഒരു ശബ്ദം പോലും ശബ്ദിച്ചിട്ടില്ലാത്തവരാണ്. അവരെ എങ്ങനെ ഈ കോട്ടയത്തെ പിന്നോക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് തെരഞ്ഞെടുക്കാൻ കഴിയും? അതുകൊണ്ട് BJP ഒരു പ്രതീക്ഷയും വെച്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പട്ടികജാതി MLA-മാർ BJP, പട്ടികവർഗ MLA-മാർ BJP, പട്ടികവർഗ MP-മാർ BJP, പട്ടികജാതി MP-മാർ BJP, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLA-മാർ BJP, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ മന്ത്രിമാർ BJP, ഇന്ത്യയിലെ കേന്ദ്രമന്ത്രിസഭയിൽ എത്ര ക്രിസ്ത്യൻ മന്ത്രിമാർ, എത്ര മുസ്ലിം മന്ത്രിമാർ, ലോക്സഭ പാർലമെന്റ് എത്ര BJP മുസ്ലിം MP-മാർ ഭരിക്കുന്നത് BJP. അപ്പോൾ ആ മാറ്റം ഇവിടെയും വരും. എനിക്ക് അനിൽകുമാറിനാണ് ചോദിക്കാനുള്ളത്. കോൺഗ്രസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ BJP-യിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു. ഇവിടെ കണക്കുകൾ അങ്ങനെയാണ്. ഏറ്റവും ആദ്യം ഇന്ത്യയിൽ ഏറ്റവും ആദ്യം കേരളത്തിൽ നിന്ന് BJP-യിലേക്ക് പോയത് ശ്രീ അൽഫോൺസ് കണ്ണന്താനമാണ്. CPM-ന്റെ CPM ആണോ അൽഫോൺസ് കണ്ണന്താനം? CPM നേതാവാണോ? CPIM ആണോ? CPM-ന്റെ MLA ആയിരുന്നു. CPM-ന്റെ MLA ആയിരുന്നു. നേരത്തെ അനിൽകുമാർ അത് പറഞ്ഞു. കണ്ണന്താനം ഏത് ഇനത്തിലാണ് മത്സരിച്ചത്? അയ്യോ, ഒരു ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഈ നിൽക്കുന്ന പ്രിൻസ് കഴിഞ്ഞ ദിവസം അവിടെ മത്സരിച്ചായിരുന്നു. ഈ 26-ാം തെരഞ്ഞെടുപ്പിൽ ഫ്രാൻസിസ് ജോർജ് ഇതിനകത്ത് കാണുമോ ചേട്ടാ? ഉറപ്പ് പറയാവോ? പ്രിൻസ് കാണുമെന്ന് ഉറപ്പ് പറയാവോ? ഇത്ര ഉറപ്പില്ല പോവല്ലേ? കരുണാകരന്റെ മകളെ പോയി അറിഞ്ഞില്ലേ? കിടങ്ങൂർ പഞ്ചായത്ത് BJP-യും UDF-ഉം ചേർന്ന് പ്രവർത്തിക്കുന്നത് അത് ഇന്ത്യക്ക് ഒരു മാതൃകയാക്കാൻ വേണ്ടിയിട്ട് UDF ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഫ്രാൻസിസ് ജോർജിനെ സംഭാവന ചെയ്യാൻ പോകുന്നത്. ഒരു ചോദ്യം. മറ്റൊരു ചോദ്യം. ഇന്ന് ഇലക്ട്രൽ ബോണ്ട് വളരെ അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാന്റിയാഗോ മാർട്ടിന്റെ 2 ഇരട്ട കുട്ടികളാണ് നമ്മുടെ അനിലിന്റെയും ഇടതും വലതും നിൽക്കുന്നത്. കാരണം 1630 കോടി രൂപയാണ് ഈ സാന്റിയാഗോ മാർട്ടിൽ കൂടി നമ്മുടെ ഇലക്ട്രൽ ബോർഡിൽ കൂടി കോൺഗ്രസിനും BJP-ക്കും സംഭാവന ചെയ്തിരിക്കുന്നത്. ആ പൈസയാണ് ഓരോ MPയെയും ഇവിടെ വിലയ്ക്ക് മേടിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നത്. ഏതായാലും നല്ല പ്രയോഗമായിരുന്നു. സാന്റിയാഗോ മാർട്ടിന്റെ ഇരട്ട കുട്ടികൾ. നരേന്ദ്രമോദി അങ്ങനെ ശക്തിപ്പെടുക എന്നാണ് പറയുന്നത്. സുപ്രീം കോടതി ഇങ്ങനെ ആഞ്ഞടിച്ച് ഇലക്ട്രൽ ബോണ്ടിൻ്റെ കഥയെല്ലാം പുറത്തു വന്നതോടുകൂടി പെരുവഴിയിൽ വെച്ച് ഉടുതുണി നഷ്ടപ്പെട്ട അവസ്ഥയായി നരേന്ദ്രമോദിക്കും BJP-ക്കും. അങ്ങനെ പെരുവഴിയിൽ വെച്ച് ഉടുതുണി നഷ്ടപ്പെട്ടിട്ടും ഞാനത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ മനോനിലയുടെ തെളിവാണ്. അതോടുകൂടി ശക്തി കൂടുക എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ശ്രീരാമൻ BJP-യുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സുപ്രീം കോടതി വിധി വരുമായിരുന്നു. അയോധ്യയിലെ രാമൻ BJP-യുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ശ്രീരാമൻ്റെ അനുഗ്രഹം ഇല്ല നരേന്ദ്രമോദിക്ക് എന്നുള്ളതിൻ്റെ തെളിവാണ്. മോദിക്കില്ല എന്നുള്ള തെളിവാണ് ഈ വിധികളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി വിചാരിച്ചതല്ല. പുഷ്പം പോലെ ഇന്ത്യ വിഴുങ്ങാം എന്ന് വിചാരിച്ചിരുന്ന നരേന്ദ്രമോദിക്ക് ഇന്ത്യ വഴങ്ങില്ല എന്ന് പറയുന്ന വലിയ മുന്നേറ്റമാണ് മോദിക്കെതിരായി ഇന്ത്യ രാജ്യത്ത് വിവിധ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയിരിക്കുന്നത്. അതിൽ ഇടതുപക്ഷമുണ്ട്, കേരള കോൺഗ്രസ് എമ്മുണ്ട്, LDF-ലെ പാർട്ടികളെല്ലാം ഉണ്ട്, കോൺഗ്രസ് പാർട്ടിക്കും അതിൽ പങ്കുണ്ട്, അതേപോലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും പങ്കുണ്ട്. അതുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ആരുടെയെങ്കിലും നേതൃത്വത്തിലുള്ള മുന്നണിയല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രധാനമന്ത്രി സ്ഥാനത്തേക്കാണ് മത്സരം. ഇപ്പോൾ KC വേണുഗോപാൽ ആലപ്പുഴ വന്നു. എന്തിനാണ് നിങ്ങൾ ആലപ്പുഴ വന്നത്?
ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കിട്ടിയില്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവെങ്കിലും ഞങ്ങളുടെ കോൺഗ്രസ്സുകാരാകട്ടെ, ഒരക്കമെങ്കിലും കൂടട്ടെ എന്നുള്ള ബോധത്തിലാണ് കോൺഗ്രസ് ഇവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ BJP-ക്കാരോട് പറയുകയാണ്, ഞങ്ങൾ രണ്ടുപേരും പരസ്പരം മത്സരിച്ചാലും BJP കേരളത്തിൽ അക്കൗണ്ട് പൂട്ടും. അല്ല, നിങ്ങൾക്ക് ഭരിക്കാനുള്ള ഇത് കിട്ടുമോ? പറയാം ഞങ്ങൾക്ക് ഭരിക്കാനുള്ള സീറ്റ് കിട്ടും. എങ്ങനെ കിട്ടുമെന്നറിയാമോ? 2004 തെരഞ്ഞെടുപ്പിൽ മുഴുവൻ കോൺഗ്രസ്സുകാരെയും കേരളം തോപ്പിച്ചു. 2004 തെരഞ്ഞെടുപ്പിൽ മുഴുവൻ കോൺഗ്രസ്സുകാരെയും കേരളം തോപ്പിച്ചു. 63 സീറ്റ് LDF-ന്. 63 സീറ്റ് LDF-ന്. എന്തുണ്ടായി 2004 ഉണ്ടായത്? 63 സീറ്റ് LDF-ന് കിട്ടിയപ്പോൾ LDF-ന് കിട്ടിയ 63 സീറ്റ് ഈ രാജ്യത്തെ BJP-യുടെ കൊടിപ്പടം അടിച്ചു താഴ്ത്താൻ, BJP-യുടെ ആ പണം അടിച്ചു താഴ്ത്താൻ ഞങ്ങൾ ഉപയോഗിച്ചു. ഞങ്ങളുടെ അഭിമാനത്തോടെ ഞങ്ങൾ പറയുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ്സുകാർക്ക് ഒരു കടുങ്കാപ്പിയുടെ ചെലവ് വന്നില്ല. ഇടതുപക്ഷക്കാരെ റിസോർട്ട് കൊണ്ട് താമസിപ്പിക്കേണ്ടി വന്നില്ല. BJP-ക്കാർ ഞങ്ങളുടെ പരിയമ്പറത്തുകാരില്ല. നിങ്ങൾ മനസ്സിലാക്കണം, 63 MP-മാരുണ്ടായിട്ട് ഈ BJP-ക്കാർ ഞങ്ങളുടെ പരിയമ്പറത്ത് ഒരു പാർട്ടിക്കാരനെ കിട്ടുമോ? ഈ കണ്ണന്താനത്തിൻ്റെ പേര് പറയുന്നു, വിശ്വനാഥൻ്റെ പേര് പറയുന്നു. 63 MP-മാരുമായിട്ട് ഞങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ഞങ്ങളുടെ ആഫീസിന് മുന്നിൽ വരാൻ തൻ്റെ ഇടമില്ലാത്തവരാ BJP-ക്കാർ. ഇടതുപക്ഷത്തിന് കരുത്തുണ്ടെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ മുഖം മാറും. ഇവിടെ പറഞ്ഞാൽ ഒരു വാക്ക്, ഇന്ത്യൻ പാർലമെന്റിൽ ആരാ ഉള്ളത്? ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരാ. ഇവിടെ പട്ടികവർഗക്കാർക്ക് ഏറ്റവും കൂടുതൽ സന്യാസിമാരാ. നിങ്ങൾക്ക് തൊഴിലാളിയുടെ പാർലമെന്റ് വേണോ? നിങ്ങൾക്ക് കൃഷിക്കാരന്റെ പാർലമെന്റ് വേണോ? നിങ്ങൾക്ക് മതന്യൂനപക്ഷങ്ങളുടെ പാർലമെന്റ് വേണോ? ഈ നാട്ടിലെ ദളിത് സമൂഹത്തിന്റെ പാർലമെന്റ് വേണോ? അങ്ങനെയെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ആദ്യം തോൽപ്പിക്കേണ്ടത് BJP എന്ന് പറയുന്ന പാർട്ടിയാണ്, RSS പ്രസ്ഥാനത്തെയാണ്. അഖിലേന്ത്യാ തലത്തിൽ 1% വോട്ട് ഇല്ല CPM-ന്. 0.5% വോട്ടില്ല CPM-ന്. 1.5 MP-യെ വെച്ചുകൊണ്ട് 63-ന്റെ കഥ പറയുന്നത് അതൊക്കെ പണ്ടുണ്ടായിരുന്നു. അങ്ങനെ പണ്ടുണ്ടായിരുന്ന കാലത്തെ കഥയല്ല ഇപ്പൊ പറയേണ്ടത്. ഇപ്പോൾ ഇന്ത്യയിൽ എന്ത് സംഭാവന ചെയ്യുമെന്നാ പറയുന്നത്? നിങ്ങളുടെ മുന്നണി എവിടെ? ഒരു പർവ്വതത്തിന്റെ ഇടയിൽ നിന്നും ഒരു നീരുറവ് വരുന്നത് പോലെ ആ പാൽക്കർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു നീരുറവ് പോലെ വന്ന 1 ലക്ഷം മനുഷ്യരുടെ ചെങ്കൊടിയേന്തിയ ഒരു മാർച്ചുണ്ടായിരുന്നു. അഭിജാതമായ ബോംബെ നഗരത്തിൻ്റെ മധ്യത്തിലേക്ക് വന്ന് നെഞ്ചകം പിളർന്ന് അങ്ങോട്ട് കയറിയപ്പോൾ നിങ്ങളുടെ അന്നത്തെ BJP-യുടെ മുഖ്യമന്ത്രി ഫട്നാവിസ് വന്ന് മുട്ടെ കുത്തുകുന്ന് 1 ലക്ഷം കർഷകർക്ക് മുമ്പിൽ അടിയറവ് പറഞ്ഞ് തീരുമാനമെടുപ്പിച്ചെങ്കിൽ അതാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം. കർഷക പോരാട്ടത്തിന്റെ ഇടതുപക്ഷം, തൊഴിലാളി വർഗ സമരങ്ങളുടെ ഇടതുപക്ഷം. ഞാൻ ചോദിക്കുന്നു, ലേബർ കോഡ് നിങ്ങൾ നടപ്പാക്കി, ലേബർ കോഡ് നിങ്ങൾ കൊണ്ടുവന്നു, നടപ്പാക്കാൻ പറ്റിയോ? 56 നെഞ്ചള്ളവുള്ള നരേന്ദ്രമോദിക്ക് ഈ 10 കൊല്ലമായിട്ടും തൊഴിലാളിയെ തകർക്കുന്ന ലേബർ കോഡ് നടപ്പാക്കാൻ പറ്റിയോ? പറ്റിയില്ല. കർഷക ദ്രോഹ നയങ്ങൾ നടപ്പാക്കാൻ പറ്റിയോ? പിൻവലിച്ചോടേണ്ടി വന്നില്ലേ? ഞങ്ങളുടെ കരുത്ത്, ഇടതുപക്ഷത്തിന്റെ കരുത്ത്, പാർലമെന്റിനകത്ത് ഞങ്ങൾ ആളില്ലെങ്കിൽ ഞങ്ങൾ പുതിയ പാർലമെന്റ് ഉണ്ടാക്കും. ഇവിടെ 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഏത് ഘട്ടത്തിലും സുഹൃത്തെ ഒരു സെക്കൻഡ്, ഏത് ഘട്ടത്തിലും BJP-ക്ക് വിലക്കെടുക്കാവുന്ന രാജ്യത്തെ കോൺഗ്രസിന്റെ തുടർച്ചയിൽ നിൽക്കുന്ന UDF-ന് കേരളം വോട്ട് ചെയ്യണമോ? ഇതാണ് LDF ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ UDF-നേക്കാളേറെ LDF-നെ വിശ്വസിക്കേണ്ടതായ രാഷ്ട്രീയ സാഹചര്യം അവർ വിശദീകരിക്കുന്നു. ഇതാണ് നിങ്ങൾക്ക് പ്രതികൂലമായ ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത്. മറുപടി, നമ്മുടെ കേരളത്തിലെ ജനം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്തും കേരളത്തിലും ഒരു ഭരണമാറ്റം ഉണ്ടാകണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിക്ക് മാത്രമേ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം ജനം മനസ്സിലാക്കണം. അതേതാണ് ആ മുന്നണി? ഞാൻ പറഞ്ഞോട്ടെ, ഒച്ചവെക്കാതെ നിങ്ങൾ ഒച്ചവെക്കാതെ കാര്യം പറയുമ്പോൾ ഞാൻ പറയട്ടെ, എന്റെ അവസരം പറയുമ്പോൾ ഇവിടെ ഞാൻ പറയട്ടെ, എന്റെ അവസരത്തിൽ കയറി നിങ്ങൾ പറയാതെ ചുമ്മാ വർത്താനം പറയാതെ. ഇവിടെ സുഹൃത്തെ, ഇവിടെ BJP-യിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ പശ്ചിമ ബംഗാളിൽ പശ്ചിമ ബംഗാളിലാണല്ലോ CPM ഏറ്റവും കൂടുതൽ ഭരിച്ചത്. അവിടെ CPM-ന്റെ പാർട്ടി ഓഫീസിനെ മാറ്റി BJP-യുടെ പാർട്ടി ഓഫീസ് വെക്കുക. ഇതൊന്നും നിങ്ങൾ മറന്നു പോകരുത്. ഇവിടെ ആരാണ്ട് ഇവിടുത്തെ ഒരു പഞ്ചായത്തിനെ കുറിച്ച് ചോദിച്ചു. ഇവിടെ LDF NCP-യുടെ മന്ത്രി കൃഷ്ണൻകുട്ടിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവരുടെ പാർട്ടിക്ക് മറ്റ് സ്റ്റേറ്റിലെ നിലപാടുണ്ടാണ്, നിങ്ങൾ പുറത്താക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അവിടെ ഒരു നിലപാട്, ഇവിടെ ഒരു നിലപാടാണ്. അപ്പൊ നിങ്ങൾക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയാൻ. പിന്നെ
മറ്റ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിലപാട് മാറാൻ എംപിമാരായില്ലായിരിക്കുന്നു. ദേശീയ പാർട്ടി എന്ന് പറയുന്ന അംഗീകാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വതന്ത്ര ചിഹ്നം മരുവാൾ ചുറ്റിയ നക്ഷത്രമായി മാറും. ഇത് നിങ്ങൾ കാലഘട്ടത്തിന്റെ മറന്നു പോകരുത്. ദേശീയ പാർട്ടി എന്ന ബഹുമാനപ്പെട്ട പ്രിൻസിന്റെ സ്ഥാനാർത്ഥിക്ക് ചിഹ്നമില്ല. അങ്ങനെ ചിഹ്നമില്ലാത്തവരുടെ വിഷമം അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. ആ ചിഹ്നമില്ലാത്തതിന്റെ വിഷമം അറിയുന്ന അദ്ദേഹം ഒരു ശാപം ചെലുത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഗതി വരുമെന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. CPIM എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ 5 സംസ്ഥാനങ്ങൾ സംസ്ഥാന പാർട്ടിയാണ്. 5 സംസ്ഥാനങ്ങൾ സംസ്ഥാന പാർട്ടിയാണ് ഇപ്പോഴും. അതുപോലെ തന്നെ ദേശീയ പാർട്ടിയാണ് ഇപ്പോഴും. ഇനി രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞാൽ, രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് കുഞ്ഞാലിക്കുട്ടിയുടെ പടം വെച്ചാൽ വോട്ട് പിടിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ പടം വെച്ച് വോട്ട് പിടിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവർ നടക്കുന്നത്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് രാഹുൽ ഗാന്ധിയുടെ അതുകൊണ്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുള്ളൂ, ഞങ്ങൾക്കൊരു നിലപാടുണ്ട്, ഇടതുപക്ഷത്തിനൊരു നിലപാടുണ്ട്. ആ നിലപാടിൻ്റെ സ്ഥൈര്യം എന്താണ്? ഇന്ത്യ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ വന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ഞാൻ ഈ വേദിയിൽ നിന്ന് സത്യമായി പറയുന്നു, ഇന്ത്യ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ഈ 10 കൊല്ലത്തിന് നടന്ന ഏതെങ്കിലും വിഷയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ എംപിമാർ 3 പേരാണോ 15 പേരാണോ 16 പേരാണോ എണ്ണമല്ല, ഗുണം കൊണ്ട് ആരായിരുന്നു മുമ്പിൽ? കോൺഗ്രസ്സുകാർ ഒളിച്ചോടിയപ്പോൾ അവിടെ തലയുയർത്തുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന കാര്യം ഈ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. ജനങ്ങളത് കാണും. NIA ഭേദഗതി നിയമം വന്നപ്പോൾ കോൺഗ്രസ്സുകാരെ കണ്ടില്ല. കോൺഗ്രസ്സുകാർ പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടി. ആരോടാണ്? ഹലോ, ഞാൻ LDFന്റെ നേതാവിനോട് അഡ്വക്കേറ്റ് അനിൽകുമാറാണ്. ചോദ്യം. ഈ ഇന്ത്യ മഹാരാജ്യത്ത് 543 എംപിമാരാണ് മത്സരിക്കുന്നത്. അതിനകത്ത് നിങ്ങൾ LDF എന്ന് പറയുന്നവർ 50-ൽ താഴെ എംപിമാരേ ഉള്ളൂ മത്സരിക്കുന്നത്, എൻ്റെ അറിവ്. അങ്ങനെയുള്ള നിങ്ങൾ ഇനി 50 പേര് ജയിച്ചു വന്നാലും നിങ്ങൾക്ക് എങ്ങനെ കേന്ദ്ര ഭരണം നടത്താൻ സാധിക്കും? അഥവാ ഇനി നിങ്ങളുടെ ഇവിടുത്തെ ഒരു MLA ജയിച്ചു വന്നാൽ ആ MLA മോഡിക്ക് കൈവെക്കുമോ രാഹുൽ ഗാന്ധി കൈവെക്കുമോ എന്ന് എനിക്കറിയാം. ഒരു കാര്യം, രാഹുൽ ഗാന്ധി തന്നെ പാർലമെന്റിലേക്ക് പോകുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് വയനാട്ടിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പേരൊന്നും കോൺഗ്രസ്സുകാർ പോലും പറയുന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾക്കൊരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾക്കൊരു വ്യക്തതയുണ്ട്. അടുത്ത പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് എത്ര എംപിമാരുണ്ടെങ്കിലും ഞങ്ങൾ ഒരു കാര്യം ഉറപ്പ് പറയുന്നു, BJPക്കാർ ഇന്ത്യ ഭരിക്കാതിരിക്കാൻ ഒരു ബദൽ സംവിധാനത്തിന് ഞങ്ങൾ കൈയുയർത്തിയിരിക്കും. ബ്ലാങ്ക് ചെക്ക് നൽകുകയാണ്. ബ്ലാങ്ക് ചെക്കാണ്. ഞങ്ങൾ എത്ര പേരുണ്ടെങ്കിലും BJP ഇന്ത്യ ഭരിക്കാതിരിക്കാൻ ഞങ്ങൾ കൈകൾ ഉയർത്തും. ഇതാണ് ഇടതുപക്ഷത്തിന്റെ ഉറപ്പ്. ക്ലാരിറ്റിയോട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു വെച്ചു. BJP ഭരിക്കാതിരിക്കാൻ ഞങ്ങൾ കൈകൾ ഉയർത്തുമെന്നാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ ചിഹ്നമായ കൈയാണ് ഇവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന് പുറത്ത് എല്ലായിടത്തും CPMന്റെ നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയുടെ നേതാക്കന്മാരുടെയും പടം വെച്ചുകൊണ്ട് വോട്ട് പിടിക്കുന്ന ആ മുന്നണിക്ക് എന്തുകൊണ്ട് ഇവിടെ ഒന്നിച്ച് മത്സരിച്ചുകൂടാന്ന് മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. EVM പുണ്യാളനില്ല, നിങ്ങൾക്ക് ഇലക്ഷന് മത്സരിക്കാൻ ധൈര്യമുണ്ടോ BJPക്ക്? തീർച്ചയായും പുണ്യാളനില്ലാതെ ധൈര്യമുണ്ട്. ഞങ്ങൾ ജയിക്കുമ്പോ EVMത്തിന് കുഴപ്പം, നിങ്ങൾ ജയിക്കുമ്പോ EVM നല്ലത്. 2024 തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് തോമസ് ചാഴികാരൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിജയസാധ്യത എങ്ങനെയാണെന്നുള്ളൊരു മറുപടി അതല്ലേ നമ്മളോട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിജയസാധ്യത ഉണ്ടെന്ന് അദ്ദേഹവും കൃത്യമായിട്ട് പറയാം. കൃത്യമായിട്ട് പറയാം. ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ഫലം നിങ്ങൾ ആലോചിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF LDF നല്ല വ്യത്യാസമായിരുന്നു. ഞാൻ പറഞ്ഞു, പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പായപ്പോൾ ആ വ്യത്യാസം നേർത്തില്ലാതെയായി, ഞങ്ങൾക്ക് മേൽക്കൈയായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ട് വരാനായി. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാഴിക്കാട് എന്ന് പറയുന്നൊരു വ്യക്തി ഈ സമൂഹത്തിനകത്ത് വ്യക്തിത്വത്തിൻ്റെ പ്രതിരൂപമായി, സമൂഹത്തിനകത്ത് പ്രതീക്ഷയോട് കാണുന്ന ഒരു വികസനത്തിൻ്റെ നായകനെ എല്ലാ മനുഷ്യരും അംഗീകരിക്കുമ്പോൾ 1 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് തോമസ് ചാഴിക്കാടൻ കോട്ടയം MP. ഈ കണക്കിന് രാഷ്ട്രീയമായ മറുപടി പ്രിൻസ് പറഞ്ഞില്ല എന്ന് ഞാൻ പറയും. മുമ്പ് ഞാൻ ചോദിച്ചു, ഇതാണ് LDFന്റെ കണക്കിലെ കാൽക്കുലേഷൻ, അല്ലെങ്കിൽ വന്ന മാറ്റം, മുന്നണി മാറ്റം, ആ മുന്നണിക്ക് ഉണ്ടാക്കിയ മാറ്റം, ഇതിന് മറുപടി ഉണ്ടെങ്കിലാവാം. ഈ കോട്ടയം പാർലമെന്റ് 7 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളും UDFന്റെ MLAമാരാണ്. ഞാൻ പറഞ്ഞോട്ടെ. ഈ വിഷയം ഒരു കാര്യം നിങ്ങൾ ഇവിടെ വലിയ ഇത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016
ഇവിടെ വോട്ട് അറിയാലോ. ഇവിടെ NDAയുടെ BDS സ്ഥാനാർത്ഥി NDA മത്സരിച്ചു. പ്രിൻസിന്റെ പ്രശ്നം അല്ല, ഞാൻ പ്രിൻസ് പറഞ്ഞോട്ടെ. 19-ന് ശേഷം മുന്നോട്ട് സഞ്ചരിക്കുന്നില്ല. അല്ല, പറഞ്ഞോട്ടെ. 2019 അതിനുശേഷം മുന്നണി മാറ്റം വന്നു. കേരള കോൺഗ്രസ് കോട്ടയം രാഷ്ട്രീയത്തിൽ മാറ്റം വന്നു. അത് LDF വലിയ പ്രത്യാശ കണക്കുകൾ വെച്ച് അല്ല, പറയും. കോട്ടയം പക്ഷേ നിങ്ങൾ രാഷ്ട്രീയത്തിൽ അതിന് മാറ്റം വന്നില്ല. രാഷ്ട്രീയമായ ഒരു കഴിഞ്ഞ മറുപടി നിയമസഭാ കൊടുക്കുക. തെരഞ്ഞെടുപ്പിൽ അത് കേൾക്കാനാണ് ഞാൻ നിൽക്കുന്നത്. പാല കേരള കോൺഗ്രസ് എമ്മിന്റെ കോട്ടയം എന്ന് പറയുന്ന പാലായും കടുത്തുരുത്തിയും വിജയിക്കാൻ കഴിഞ്ഞോ? പഞ്ചായത്ത്, ഇവിടെ ബ്ലോക്ക് കേരള പഞ്ചായത്ത്, കോൺഗ്രസ് എമ്മിനെ കൂട്ടിയെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനെ പാലായും ഒഴിച്ചാണെങ്കിലോ? കേരള കോൺഗ്രസ് എമ്മിന് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് പുതുപ്പള്ളിയിൽ എത്ര വോട്ട് കിട്ടിയത്? കേരള കോൺഗ്രസിന്റെ വോട്ട് എവിടെ പോയി? LDFന്റെ വോട്ട് എവിടെ പോയി? നിങ്ങൾ വർത്താനം പറയണ്ടേ? എവിടെ പോയി വോട്ട്? അവിടെ ചോദിച്ചു. കോട്ടയം UDFന്റെ കോട്ടയാണ്. ഈ വാദഗതി 1.5 ലക്ഷം വോട്ടിന് നമ്മുടെ ഫ്രാൻസിസ് ജോർജ് ഇവിടെ എംപിയാവും. അതായത് കോട്ടയത്ത് LDFന് വലിയ ശക്തിയായി എന്ന് താങ്കൾ കണക്കിൽ വെച്ച് പറഞ്ഞു. അവിടെ പ്രിൻസിന്റെ ഈ മറുപടിയും കണക്കും നിലനിൽക്കുന്നതാണോ? വളരെ ചുരുക്കത്തിൽ വേണം. UDFന്റെ നേതാക്കൾ ആരെങ്കിലും ചത്ത് കിട്ടിയാൽ മക്കളെല്ലാം സ്ഥാനാർത്ഥിയായി നിൽക്കുക. അങ്ങനെ മരിച്ചെന്ന് പറഞ്ഞ ആളുകൾ സഹതാപം ഉണ്ടാക്കാൻ നോക്കി തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും എന്തെങ്കിലും ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത് കണ്ട് വലിയ വെള്ളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊന്നും വെക്കേണ്ട കാര്യമില്ല. എന്റെ ചോദ്യം ആദ്യത്തെ ചോദ്യം UDFന്റെ പ്രതിയോടാണ്. എന്റെ ചോദ്യം UDFന്റെ പ്രതിയോടാണ്. മുന്നിലോട്ടാ കയറുന്നത്. ദേശീയ തലത്തിൽ NDA എതിർക്കാൻ, BJP എതിർക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുള്ളൂ എന്നങ്ങ് പറഞ്ഞു. പക്ഷെ എൻ്റെ ലളിതമായ ചോദ്യം, കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ ഇന്ത്യ നേരിടുന്ന ഏതെങ്കിലും വിഷയത്തിൽ ഒരു രാഷ്ട്രീയ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? പ്രിൻസ്, അങ്ങ് ലോകത്തൊന്നുമല്ല ജയിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ജോഡോ യാത്ര കഴിഞ്ഞ ദിവസം സമാപിച്ചത് എത്ര ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു പ്രസ്ഥാനമല്ലേ NDA മുന്നണി. അത് ഭാരത് ജോഡോ യാത്ര ഏറ്റവും വലിയ സമരമാണ്, രാഷ്ട്രീയ സമരമാണെന്നാണ് പ്രിൻസിന്റെ വാദം. ജയസൂര്യൻ, ജോഡോ യാത്രയുടെ മുദ്രാവാക്യം എന്താണ്? യാതൊരുവിധ സമരവും നടത്താനും രാഷ്ട്രീയ മുന്നേറ്റം നടത്താനും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല, ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്ന് പ്രതിപക്ഷം അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഭാരതത്തിലാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രതിപക്ഷമുണ്ടായിരുന്നുവെങ്കിൽ അത് പാർലമെന്റിൽ കാണണമായിരുന്നു, പ്രതിപക്ഷമുണ്ടായിരുന്നെങ്കിൽ സംസ്ഥാനങ്ങളിൽ കാണണമായിരുന്നു, പ്രതിപക്ഷമുണ്ടായിരുന്നെങ്കിൽ സമരവേദികളിൽ കാണണമായിരുന്നു. ഇന്ന് പ്രതിപക്ഷമില്ലല്ലോ. എല്ലാവരും BJPയിലേക്ക് ഓടുകയല്ലേ, എല്ലാവരും BJP ലക്ഷ്യമാക്കി ഓടുകയില്ല. അത് കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും. അപ്പൊ അവർ ED എന്ന് പറയും, അല്ലെങ്കിൽ പത്മഭൂഷൺ എന്ന് പറയും. മറുപടി പറയാം. ED ആണെങ്കിലും പണമാണെങ്കിലും, ED ആണെന്നും പണമാണെന്നും പറയുമ്പോൾ ഞങ്ങളുടെ പ്രസ്ഥാനം, ഞങ്ങളുടെ നേതാക്കൾ EDയെ പേടിക്കുന്നവരാണ്, പണത്തെ പേടിക്കുന്നവരാണെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. അനിൽകുമാർ, ഒരു വാക്ക് പറയാനുണ്ട്. BJPക്കാർ പറയുന്നത് അവർ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇത്രയും ശക്തി അവർക്കുണ്ടെങ്കിൽ എന്തിനാണ് ഇന്ത്യ രാജ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടിപ്പെട്ട വക്ക് പൊട്ടിയതും ചളിങ്ങിയതുമായ ഓരോ പഴയ പാത്രവും പെറുക്കാൻ നടക്കുന്നത്? നിങ്ങൾ എന്തിനാണ് CK പപ്പനാഭയുള്ള പണ്ട് തൊട്ടേ ഈ BJP ആയിട്ട് നടന്ന ആളുകളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് മോദിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, സംഘപരിവാരമായിട്ട് നടന്നുകൊണ്ടിരുന്ന പഴയകാല സംഘപരിവാര പ്രവർത്തകന്മാരുടെ കണ്ണുനീരിന് മേലെയാണ് ഈ കോൺഗ്രസിൽ നിങ്ങൾ കാലുമാറ്റത്തിലൂടെ കൊണ്ടുവരുന്നവരുടെ വിളയാട്ടം നടക്കുന്നത്. ആ പൂണ്ട് വിളയാട്ടം ഈ തെരഞ്ഞെടുപ്പോടുകൂടി അന്ത്യം കുറിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്ത്യ കാണാൻ പോകുന്നത്. കോട്ടയത്തിലെ രാഷ്ട്രീയ ആവേശത്തിൽ ഞാൻ കൂടുതലായി ഒരു വാചകം പോലും ചേർക്കേണ്ടതില്ല. അതിവേഗം നിർത്തുന്നതായിരിക്കും ഗുണം എന്നെനിക്ക് തോന്നുന്നു. മെല്ലെ ഈ ജനക്കൂട്ടം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പടക്കളം നിൽക്കുന്നില്ല, ചർച്ച നിർത്തുന്നില്ല. ചർച്ച തുടരുകയാണ്. പക്ഷെ പടക്കളം ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.